ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലമായിരുന്നു. ഒരു സംശയവും വേണ്ട, ക്യാരവാനിൽ കയറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. പ്രണബ് മുഖർജിയെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഇന്ത്യക്ക് മിസ്സായ പ്രധാനമന്ത്രി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കേരളത്തിന് മിസ്സായ ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് എത്ര കഞ്ചാവ് ചെടികളാണ് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന സ്കേർട്ട് വലിക്കുമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിർത്തലാക്കി. ഈ മരണത്തിൻ്റെ വ്യാപാരം അവസാനിപ്പിക്കണം. നൈറ്റ് ലൈഫിനെ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും പോലീസ് ആരും ചെയ്താൽ, ഉദ്യോഗസ്ഥൻ ചെയ്താൽ അവരുടെ പേരിൽ നടപടിയുണ്ട്. ക്യൂവിനോട് പറയുകയാണ്, പല മെഡിക്കൽ ഷോപ്പുകളും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ദ ക്യൂ അഭിമുഖത്തിൽ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നമസ്കാരം. ആഭ്യന്തരമന്ത്രി എന്ന സുപ്രധാന ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള സുദീർഘമായൊരു അഭിമുഖം, ആദ്യ അഭിമുഖത്തിന് ദ ക്യൂവിനെ തിരഞ്ഞെടുത്തതിലും നന്ദി. RCയുടെ വാക്കത്തോൺ കേരളത്തിലുടനീളം 14 ജില്ലകളിലൂടെ ലഹരി മാഫിക്കെതിരെയും ലഹരി മരുന്നിൻ്റെ പിടിമുറുക്കലിനെതിരെയുള്ള വാക്കത്തോണിൻ്റെ സാഹചര്യത്തിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുന്നത്. അത് ഒരു വലിയ മിഷനാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വലിയ മിഷൻ ഓഫീസിൻ്റെ ചാർജ് ഏറ്റെടുത്ത് ഈ അതിൻ്റെ സംവിധാനങ്ങൾ ഒന്ന് സംഘടിതമാവുന്നതിന് തൊട്ട് മുൻപേ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ശരിക്കും ആ വലിയൊരു മിഷൻ ഏറ്റെടുത്ത് അതൊരു ഇമ്മീഡിയറ്റ് പ്ലാൻ പോലെ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അന്നത്തെ വാക്കത്തോൺ അതിൻ്റെ ഒരു കംപ്ലീഷൻ മിഷൻ എന്നുള്ള രീതിയിലാണോ? പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അധികാരം കിട്ടിയാൽ 24 മണിക്കൂർ കൊണ്ട് ഇതിനെ തകർക്കാൻ, ഈ ഡ്രഗ് മാഫിയെ തകർക്കാൻ നടപടി സ്വീകരിക്കുമെന്ന്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അധികാരം ഏറ്റെടുത്ത ശേഷം ഏറ്റവും ആദ്യത്തെ പരിപാടിയായി നമ്മളിത് ഏറ്റെടുത്തത്. കാരണം കേരളത്തിലെ ഭാവി തലമുറയെ തകർക്കുന്ന വലിയ ഒരു നീക്കമാണ് ഈ ഡ്രഗ്. പണ്ട് പഞ്ചാബിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അപ്പോൾ അത് രണ്ട് തരത്തിലാണ് നേരിടേണ്ടത്. ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. കഴിഞ്ഞ ഗവൺമെൻറ് 10 വർഷത്തിനിടയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. പലപ്പോഴും അവരത് അവധാനത കാട്ടിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒന്ന് നിയമപരമായി നേരിടുക, രണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 14 ജില്ലയിലും വാക്കത്തോൺ ഒരു വ്യക്തി എന്ന നിലയിൽ നടത്തിയത്. പാർട്ടിയായിരുന്നു. പക്ഷെ പാർട്ടിക്കാരെല്ലാം സഹകരിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചു. കേരളത്തിൽ ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ചാളേ ഉള്ളത്. പക്ഷെ ഓരോ ജില്ല കഴിയും തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അണിചേർന്നു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ ഞങ്ങളെ അഭിനന്ദിച്ചു. അതൊരു രാഷ്ട്രീയത്തിന് അതീതമായ പദ്ധതിയായിരുന്നു. അത് ഒരു വശം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായി തന്നെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ, ഡ്രഗ് വിൽക്കുന്നവരെ, ഡ്രഗ് പെഡലേഴ്സായിട്ടുള്ളവരെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. ഇത് ആരോഗ്യ വകുപ്പും എക്സൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടി ആവിഷ്കരിച്ച് കേരള പോലീസ് വ്യാപകമായി ഇതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 1000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. 2 വിദേശ പൗരന്മാരെ, നൈജീരിയക്കാരെ ഞങ്ങൾ ഒന്ന് ഡൽഹിയിൽ കേരള പോലീസ് പോയി പിടിച്ചു, ബാംഗ്ലൂരിൽ പോയി പിടിച്ചു. ഇതൊക്കെ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഈ അങ്ങ് തന്നെ ആദ്യ ഉത്തരത്തിൽ പറഞ്ഞത് ലഹരി മാഫിയ എന്നുള്ള പ്രയോഗമുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻ കുബേര പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തിലാണ്. ഒരു മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾക്കിതൊരു സാവകാശം പോലെ ഇത് അടിയോടെ തീർക്കാമെന്നുള്ള രീതിയിൽ. തൊട്ട് പിന്നാലെയാണ് ഓപ്പറേഷൻ കുബേര പ്രഖ്യാപിക്കുന്നത്. അന്ന് ഈ പറയുന്ന ബ്ലേഡ് മാഫിയക്കെതിരെ സാധാരണക്കാരുടെ വലിയ തോതിൽ ചെയ്യുന്ന രീതിയിൽ ബ്ലേഡ് മാഫിയക്കെതിരെ ഒരു തുറന്ന യുദ്ധം പോലായിരുന്നു. സമാന സ്വഭാവത്തിലാണോ ഇതിനെയും കാണുന്നത്? അതെ, അവിടെയാണല്ലോ ചെയ്തത്. ഞങ്ങൾ അധികാരം ഏറ്റെടുത്ത 18-ാം തീയതി തോന്നുന്നു, അല്ലേ? 18-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്.
ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കുകയാണ്. ഈ സ്കൂളുകളുടെ സ്കൂൾ 1-ാം തീയതി തുറക്കാൻ പോവുകയാണ്. ജൂൺ 1. സ്കൂളിൻ്റെ മുമ്പിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർ, നിരോധിത ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കുന്നവർ, പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർ, ഇവരെല്ലാം ഇത് പിന്മാറണം. ടു വാസ് എ റിക്വസ്റ്റ്. ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു എല്ലാവരും, നിങ്ങളിതിൽ നിന്ന് പിന്മാറണം, ഇത് അപകടമാണ്, ഇത് മരണത്തിൻ്റെ വ്യാപാരമാണിത്, ഈ മരണത്തിൻ്റെ വ്യാപാരം അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ നിയമം നിങ്ങളെ പിന്തുടരും, കേരള പോലീസ് നിങ്ങളെ പിന്തുടരും എന്നുള്ള ഒരു വാണിംഗ് ആദ്യം നൽകിയ ശേഷമാണ് 2-ാം തീയതി മുഖ്യമന്ത്രി വി ഡി സതീശൻ കോട്ടൺ ഹിൽ സ്കൂളിൽ ഇത് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തോടു കൂടിയാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഇന്ന് കേരളത്തിലെ എല്ലാ പ്രദേശത്തും, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ ഓപ്പറേഷൻ തുഫാൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കഞ്ചാവ് ചെടികളാണ് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. കുക്കറിനകത്ത് കഞ്ചാവ് ഇട്ടിട്ട് കൃഷി സ്ഥലത്ത് പൂത്ത കഞ്ചാവ് പൂത്ത കഞ്ചാവ് നിൽക്കുന്നത്, വലിയ വലിയ കഞ്ചാവ് ചെടികൾ കുക്കറിനകത്ത്, അതെ, ഇവിടെ കുന്നംകുളത്ത് കുക്കറിനകത്തിട്ട് ഇത് വേവിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കണ്ടപ്പോൾ തന്നെ പിടിക്കാൻ പറ്റി. ഇതുപോലെ കേരള വ്യാപകമായിട്ടുള്ള സെർച്ചും അറസ്റ്റും നിയമ നടപടികളും ആയിട്ട് കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഈ ലഹരി വ്യാപനത്തിൻ്റെ കാര്യമായിട്ട് പറയുന്നതാണ്. ഇപ്പം ബ്ലേഡ് മാഫിയയുടെ സ്വഭാവം പോലെയല്ല. ലഹരി മാഫിയ എന്ന് പറയുന്നതിൽ അതൊരു രാജ്യാന്തര ശൃംഖലയുടെ ഒരു അന്തർ സംസ്ഥാന ശൃംഖലയുടെ ഒരു സംഗതിയുണ്ട്. ഇവിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി, കോസ്റ്റൽ സെഗ്മെൻ്റ് അടക്കം, അങ്ങനെ പല തരത്തിലുള്ള പല യാത്രാമാർഗ്ഗങ്ങളടക്കം അതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് ഈ പറയുന്ന ചില്ലറ വ്യാപാരികൾ, അത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ളവരോ ഇടത്തരം വ്യാപാരികൾ, നമ്മൾ വിഷ്വലി കാണുന്നത് പോലീസ് അവരെ ഓടിച്ചിട്ട് അതിൽ നിന്ന് പാൻ പരാഗും മസാലകളും ഈ ചില്ലറ വിൽപ്പനക്കാരിയാണ്. ഇതിൻ്റെ ഈ പറയുന്ന സ്രോതസ് ഉണ്ടല്ലോ, അവിടെയാണല്ലോ അങ്ങ് പറഞ്ഞൊരു മാഫിയ എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ വേരെറുക്കാൻ എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക. അതത്ര എളുപ്പമുള്ളതല്ല. കാരണം ഇതാരും നമുക്ക് ഇത് ഷെയർ ചെയ്യില്ല. ഇപ്പോൾ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് BDI ഉപയോഗിക്കുന്നവർ, MDMA ഉപയോഗിക്കുന്നവർ, കെമിക്കൽ മരുന്നുകൾ പോലെ ഉപയോഗിക്കുന്നവർ, ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് ഈ ചെറിയ ആളുകളെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയ അന്താരാഷ്ട്ര മാഫിയയുണ്ട്. ആ മാഫിയയെ പിടികൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരള പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇത് ഒരു വലിയ ഡ്രൈവാണ് നമ്മൾ നടത്തുന്നത്. തന്നെ 2 നൈജീരിയൻ പൗരന്മാരെ പിടിച്ചു, ഒരു സ്ത്രീ ഒരു പുരുഷനും. അവരെ പിടിക്കാൻ കേരള പോലീസ് വലിയ സാഹസികമായ പ്രവർത്തനം ചെയ്യേണ്ടി വന്നു. ഇത് കണ്ടുപിടിച്ച് അവരുടെ പേരിൽ FIR ഇട്ട് അവിടുന്ന് പോലീസ് അന്വേഷിച്ച് അവർ ഡൽഹി പോയെന്ന് പറഞ്ഞു. ഡൽഹി പോലീസിൻ്റെ സഹായം തേടി ഇവിടുത്തെ DGP സംസാരിച്ചു. എന്നിട്ട് അവർ അത് പിടിക്കാൻ ചെന്നപ്പോൾ അത് മുഴുവൻ ലോക്കായിരുന്നു, വീടുകൾ ലോക്കായിട്ട് പോലീസിനെ കയറ്റത്തില്ലായിരുന്നു. പിന്നെ പോലീസ് കൂടുതൽ വന്നു. അവർ ലോക്കൽ പൊളിച്ചിട്ടാണ് അകത്ത് കയറി ആളിനെ പിടിക്കുന്നത്. ബാംഗ്ലൂരിലും അതുപോലെ സാഹസികമായിട്ടാണ് പിടിക്കുന്നത്. ബാംഗ്ലൂരിലും അതുപോലെയായിരുന്നു. കാരണം ഈ പിടിക്കാൻ ചെല്ലുന്ന ആളുകൾക്ക് ഇതിൻ്റെ പിടി കിട്ടാതിരിക്കാനുള്ള എല്ലാ നടപടിയും അവർ സ്വീകരിക്കും. കാരണം ഇവർക്ക് ഇതിൻ്റെ കണ്ണികൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എന്തിനാണ് ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ പോയത്? അപ്പോൾ ഇവരുടെ കണ്ണികൾ അവിടെ എല്ലാം ഉണ്ട്. രാജ്യാന്തര ബന്ധങ്ങളുള്ള, കണക്ഷൻസ് ഉള്ള വലിയ മാഫിയകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അവർ വളരെ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കും. അപ്പോൾ നമ്മുടെ കേരള പോലീസ് വളരെ സമർത്ഥമായ നിലയിലാണ് ഡൽഹിയിൽ നിന്ന് പിടിച്ചത്. ബാംഗ്ലൂർ അത്രയും വേണ്ടി വന്നില്ല. മാത്രമല്ല, ഇപ്പം കേരളത്തിലെ DGP ഞാൻ കൊടുത്ത നിർദ്ദേശം, ഇതിൻ്റെ എല്ലാ ഒറീസ ഉൾപ്പെടെയുള്ള ബംഗാൾ, അസം, അതോടൊപ്പം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇവിടുത്തെയുള്ള DGPമാരുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അവരുമായിട്ട് ബന്ധം പുലർത്തി അവരുടെ കൂടി സഹായം ഇതിന് തേടുന്നുണ്ട്. പ്രധാനമായും വരുന്നത് ഈ അതിഥി തൊഴിലാളികൾ വരുന്ന മേഖലകളിൽ ഇത് വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ അവർ വരുന്ന ട്രെയിനുകൾ, ഫ്ലൈറ്റുകൾ, അതുപോലെ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ്സുകൾ, ഇതൊക്കെ നിരന്തര ജാഗ്രതയോടെ നമ്മൾ വീക്ഷിക്കേണ്ട മേഖലകളാണ്. അതെല്ലാം വീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞാൽ അവർക്ക് വിവരങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ട് അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ ശക്തമായ നിലയിലാണ് ഈ തുഫാൻ ആഞ്ഞടിക്കുന്നത്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിലേതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും പോലീസ് ആരും ചെയ്താൽ, ഉദ്യോഗസ്ഥൻ ചെയ്താൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും.
അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട്. ഈ പിടിക്കുന്ന പോലീസുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള സംവിധാനം നമ്മൾ പോലീസിൽ തന്നെയുണ്ട്. അത് ചെയ്യുന്നുമുണ്ട്. ആരെങ്കിലും ഇതിനകത്ത് കുറ്റകരമായ നിലയിൽ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ കർശന നടപടിയുണ്ടാകും. അതുപോലെ തന്നെ ജനങ്ങളുടെ സഹകരണം ഇത് കിട്ടുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ തന്നെ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത നമ്പറുകളിലൂടെ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നടത്തതുണ്ട്, ഇന്നടത്തതുണ്ട്. അതെല്ലാം വാല്യുബിൾ ഇൻഫർമേഷൻസാണ്. ആ ഇൻഫർമേഷൻ തരുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തില്ല. പക്ഷേ ഇൻഫർമേഷൻ കണക്കിലെടുത്തുകൊണ്ട് അവിടെ ശ്രദ്ധിക്കാനും ആ മേഖലകളിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും പോലീസ് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് പിടിക്കാൻ കഴിയുന്നത്, വലിയ തോതിൽ പിടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സഹകരണമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാർ, മക്കളെ പറ്റി വേദനിക്കുന്ന ധാരാളം അമ്മമാർ ഈ പരിപാടിയോട് വളരെയേറെ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ പ്രകടമാണതല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ലഹരിയുടെ കാര്യം പറയുമ്പോൾ, ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ കാര്യം പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക്, സമൂഹത്തിന്, വ്യക്തികൾക്ക്, കുടുംബത്തിലുള്ള ഒരാൾ തന്നെ ഇതിൻ്റെ അടിമയാവുന്നൊക്കെ ഏറ്റവും വൈകിയായിട്ട് അറിയാം, കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും. അതുമാത്രമല്ല, ഒരു സ്ഥിര മദ്യപാനിയായ ഒരാളെ കൈകാര്യം ചെയ്യുന്നത് പോലെ നേരിട്ട് ഇടപെടാൻ പലർക്കും ഭയമാണ്. ഡോക്ടർക്കാണെങ്കിലും പൊതുസമൂഹത്തിന്, ഈവൻ പോലീസിന് പോലും ഭയമാണ് ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ പോലീസിൻ്റെ കാര്യം പോകുമ്പോഴും അവിടെ ഒരു വിമർശനം എപ്പോഴും വരാറുള്ളത്, നിങ്ങൾ ചില്ലറ വ്യാപാരികളെയും ഇടത്തരക്കാരെയൊക്കെ പിടികൂടുമായിരിക്കും, പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ, ഒരു പ്രധാനപ്പെട്ട സെലിബ്രിറ്റിയുടെ അടുത്ത്, ഒരു കാരവാനിലൊക്കെ എത്തിപ്പെടുന്ന തരത്തിൽ ഈ പറയുന്ന ലഹരി മാഫിയയുടെ കാര്യത്തിൽ അമർച്ച ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഒരു ഒരുപക്ഷെ സംശയവും വേണ്ട, പ്രഖ്യാപനം വന്നപ്പോഴും ഒരു ചോദ്യമായിട്ട് വരും. സംശയവും വേണ്ട. കാരവാനിൽ കയറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരവാനുകളിൽ കയറും, 5 സ്റ്റാർ ഹോട്ടലിൽ കയറും, DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്ന വിവരം കിട്ടിയാൽ കയറും. അതുപോലെ ബോട്ടുകളിൽ പോയി സമുദ്രത്തിൽ പോയി ബോട്ടുകളിൽ പാർട്ടി നടത്തുന്നവരുണ്ട്, അവിടെയൊക്കെ കയറും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അവരോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ കയറുമെന്ന്. നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങണം. നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തരുത്. കാരവാൻ ഒരിക്കലും ഇത് ഉപയോഗിക്കേണ്ട ഒരു മേഖലയല്ല. അവിടെ കയറാൻ യാതൊരു നിയമ തടസ്സവുമില്ല. അത് നിയമം എല്ലാവർക്കും ഒരുപോലാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കയറും. ദയവായി അത്തരക്കാരായ ആളുകൾ അത് ദുരുപയോഗം ചെയ്തതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മൾ പറയല്ലേ, ഇപ്പം മാഫിയ എന്ന് പറയുമ്പോൾ ഇത് ഇൻ്റർനാഷണൽ നെക്സസ് ആണ്. അവിടെ ഇപ്പം പറയുന്നില്ലേ, നമ്മൾ പല തട്ടിലുള്ള വളരെ വളരെ ഉന്നതമായ ഒരു അച്ചുതണ്ട് അവിടെ ഉണ്ടാവാം. നമുക്കറിയാം, പോലീസ് സേനയിലടക്കം ഒരുപാട് കുറ്റകൃത്യ പശ്ചാത്തലമുള്ളവരും ഈ പറയുന്ന ഇത്തരം കൂട്ടുകച്ചവടം, കൂട്ടുകെട്ടൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ അത്ര സ്വതന്ത്രമായി ഒരു ആഭ്യന്തരമന്ത്രി ചിന്തിച്ചു പോകുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ. ഒരുപക്ഷെ ഒരു അല്ല, ഒരു ലൈഫ് ത്രട്ടണിങ് അടക്കം വരാവുന്ന ഒരു സിനാരിയോ അതിൽ കാണുമല്ലോ. ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമല്ല. നമ്മൾക്ക് തന്നെ അതിൻ്റെ ഗ്രാവിറ്റി അറിയാം. അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു. അത് ഞാൻ പുറത്ത് പറയാൻ എനിക്ക് പ്രയാസമുള്ളതുകൊണ്ട് പറയത്തില്ല. ഇതിൻ്റെ വരുന്ന സോഴ്സുകൾ ഞങ്ങൾക്കറിയാം. ഇതെവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം അറിയാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ കേരള പോലീസ് നടത്തുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം, 2-ാം തീയതി മുതൽ ഇന്നിപ്പോൾ 8-ാം തീയതിയാണ് അല്ലേ, അതെ. ഒരാഴ്ചക്കാലം വളരെ വിജയകരമാണ്. അത് ചില്ലറക്കാരെ മാത്രമല്ല, വലിയ ആളുകളെയും പിടിക്കുന്നുണ്ട്. MDMA 1.5 കിലോ 2 കിലോ വരെ പിടിക്കത്തക്ക നിലയിലേക്ക് പോവാണ്. എത്ര കോടി രൂപയുടെ മരുന്നാണ്, എത്രയോ ഉൽപ്പന്നമാണിത്. ഗഞ്ച ഇപ്പം തന്നെ 50 കിലോയിൽ കൂടുതൽ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രിതമായ നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് വിദേശത്തുനിന്ന് വരുന്നുണ്ട് ഇഷ്ടം പോലെ. ഈ പല രാജ്യങ്ങളിലും ഇതൊക്കെ ഫ്രീ ആക്കി, ഇപ്പം ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ലീഗലൈസ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഹോങ്കോങ് ഒക്കെ ലീഗലൈസ്, ഹൈബ്രിഡ് കഞ്ച ഒക്കെ അവർ ലീഗലൈസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വരാനുള്ള എളുപ്പ വഴികളാണ്. പിന്നെ ഇന്ത്യയുടെ അതിർത്തികൾ, ബർമയിൽ വലിയ കൃഷിയുണ്ട് ഇതിൻ്റെ. ബർമ ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനായിരുന്നു, ഏറ്റവും വലിയ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ പോലെ അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി ഇന്ത്യയിൽ പോയി, പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ വന്ന് ബർമയ്ക്ക് പോകുന്ന ഇതൊരു ട്രയാങ്കിൾ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മേഖലകളൊക്കെ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള പുതിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി വളരെ ശക്തമായ ചില നടപടികൾ ഈ രംഗത്ത് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ശരിയാണ്, വൻകിടക്കാരെ പിടിക്കണം, സോഴ്സ് പിടിക്കുക, വേറെറുക്കണം എന്നുള്ളതാണ്. വേറിറക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി, അത്ര എളുപ്പമല്ല. കാരണം ഇതിന് വലിയ തോതിലുള്ള ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉള്ള ആളുകളാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, സാമ്പത്തിക ശക്തികളുണ്ട്. അവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ വഴി തന്നെയാണ്.
അതുണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്. ഒരു കാര്യം കൂടിയുള്ളൂ. ഇപ്പോൾ ആർസി 10 വർഷം മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഒരു സേഫ് ക്യാമ്പസ് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. എവിടെയെങ്കിലും നമ്മുടെ ആൻറ്റി ഡ്രഗ് പോളിസി ഒന്ന് അലസമായി പോയിട്ടുണ്ടോ? അതൊരു പാസീവ് അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു 10 വർഷത്തിന് ശേഷം ഇങ്ങനൊരു ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കേണ്ടത് അതിന് തുടർച്ചയില്ലാതായതുകൊണ്ടാണോ? എങ്ങനെയാണ് ആ ഒരു വിലയിരുത്തൽ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞായിരുന്നു, ചർച്ച വന്നപ്പോൾ. ഞാൻ പറഞ്ഞു 10 വർഷമെന്ന് പറയുന്ന ഒരു ലോങ് പീരീഡാണ്. കേരളത്തിൽ ഇത് ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം 10 വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പൂർണ്ണമായും മാഫിയയെ തുടച്ചു നീക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം തന്നെ ഇപ്പം ജമ്മു കാശ്മീരിൽ ഇത് നടക്കുന്നുണ്ട്. ഏറ്റവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്ത് നടക്കുന്നത് ഏറ്റവും പ്രധാനമായും ജമ്മു കാശ്മീരിലാണ്. അത് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ അത് ലോ എൻഫോഴ്സിങ് ഏജൻസികളെ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ കേരള ഗവൺമെൻറ് ഇറങ്ങുകയാണ്. ഇപ്പോൾ പോലീസ് മാത്രമല്ല, എക്സൈസ് ഉണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്. ഇവരെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പുതിയ സർക്കാർ അധികാരമേറ്റ ഉടനെ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഓപ്പറേഷൻ തുഫാൻ വരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് അങ്ങ് മുത്തച്ഛൻ എന്ന രീതിയിൽ കൊച്ചുമകനുമായിട്ട് സ്കൂളിൽ പോകുന്നതായിരുന്നു. ഈ കൊച്ചുമകൻ പോകുന്ന സ്കൂളിൽ വരെ ഈ ലഹരി ശൃംഖലയുടെ ചെറിയ പിടുത്തങ്ങൾ തുടങ്ങി നമ്മൾ പ്രായത്തിലുള്ളവരിലേക്ക് വരെ ഇത് എത്തുന്ന ഘട്ടമുണ്ടായിരുന്നുണ്ടോ? അവിടെ മുതൽ ഒരു ആക്റ്റീവ് പ്ലാൻ എന്നുള്ളത് ആലോചനയുണ്ടോ? ഇതെൻ്റെ മകൻ്റെ മകനാണ്. അതെ. അവനെ കൊണ്ട് ഞാൻ ഉം. രോഹൻ ചെന്നിത്തല അവനെ കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി. എന്ന് പോയത് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്, അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ ആ കുട്ടികളെ എല്ലാം എഴുതിയിട്ട് നിർത്തി ഞാനൊരു സ്റ്റാൻഡിങ് ഓവേഷൻ നടത്തി. ഞങ്ങളാരും ഇനിയും ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്നവരെ കൊണ്ട് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ നടത്തി ഒരു പ്രതിജ്ഞ പോലെ എടുപ്പിച്ചതാണ്. അപ്പോൾ അതുപോലെ എല്ലാ സ്കൂളിലും നടത്തണം, എല്ലാവരും വേണം. ഇതിപ്പം ആഭ്യന്തരമന്ത്രിയോ പോലീസോ മാത്രം വിചാരിച്ചാൽ കാര്യമില്ല. അതെ. നടത്തേണ്ട അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ലത്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നമ്മളൊരു വലിയ തോതിലുള്ള ഒരു വലിയ ശക്തമായ മുന്നേറ്റം ഈ രംഗത്ത് നടത്തിയാൽ ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ പോലീസുകാർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പലരും ചോദിക്കണം, പോലീസുകാർ ഇവിടെ പലരും, നിങ്ങൾ 10 വർഷം മുമ്പ് എന്താ ഇത് 10 വർഷത്തിനിടയിൽ എന്താ ചെയ്യാഞ്ഞ്? ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ ഇടതുപക്ഷക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് 10 വർഷം മുമ്പ് ഇത് ചെയ്തില്ല? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, 10 വർഷത്തിന് മുമ്പ് ഞങ്ങളോട് ചെയ്യാൻ ആരും പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു ഫ്രീഡം തന്നില്ല, അപ്പം ഞങ്ങൾക്കിപ്പോൾ ഫ്രീഡം കിട്ടി, ഞങ്ങളത് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാം, കേരള പോലീസ് ഏറ്റവും സമർത്ഥനമായ പോലീസാണ്. ഞാൻ 2.5 വർഷം ഇതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞാൻ അഭിമാനത്തോടെ പറയാം, കേരള പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പ്രാപ്തമായ പോലീസാണ്. അത് ചില കള്ളനാണയങ്ങൾ അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ പൊതുവിലെടുത്താൽ വളരെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കുറ്റാന്വേഷണത്തിനും വിവരങ്ങൾ ശേഖരിക്കാനും നയങ്ങൾ നടപടികൾ സ്വീകരിക്കാനും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവരെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓപ്പറേഷൻ കുബേര വന്നപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തി നമ്മൾ. ആയിരക്കണക്കിന് ആൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ പ്രയോജനമുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഭാവി തലമുറയെ ഈ മനസ്സിൽ നിന്ന്, ഈ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ മഹാദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ആ ദൗത്യം വിജയിച്ചേ മതിയാവൂ. നാളെ കേരളത്തിന് വേണ്ടി ആ ദൗത്യം വിജയിച്ചേ മതിയാവൂ. ഇതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റോ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തികളിൽ വരുന്ന ട്രക്കുകൾ ഞങ്ങൾ പരിശോധിക്കുന്നു. അതൊരു പ്രധാന തീർച്ചയായിട്ടും പരിശോധിക്കുന്നുണ്ട്. കോസ്റ്റലും അതൊക്കെ നമ്മൾ ചെയ്തു. കോസ്റ്റൽ പോലീസ് നമ്മൾ എൻ്റെ കീഴിൽ തന്നെയാണല്ലോ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അപ്പം വളരെ ശക്തമായ നിലയിലുള്ള ലോ എൻഫോഴ്സിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വരുമ്പോൾ തന്നെ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. പിന്നെ അവർക്ക് ഞങ്ങൾ റീഹാബിലിറ്റേഷൻ, തുഫാൻ കെയർ എന്ന പദ്ധതി, തുഫാൻ വാരിയേഴ്സ് എന്ന പദ്ധതി. തുഫാൻ വാരിയേഴ്സ് കുട്ടികൾ തന്നെയാണ്. നമ്മുടെ SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സ് ആയിട്ട് കുട്ടികൾ, അവർ തുഫാൻ വാരിയേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. 100 പേരെ ഒരു ജില്ലയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, തുഫാൻ വാരിയേഴ്സ്. തുഫാൻ കെയർ, ഇതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവർ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി തുഫാൻ കെയർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ പോലീസ് ജില്ലയിലും ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വളരെ കോൺസെൻട്രേറ്റഡ് ആയ ഒരു എഫർട്ടാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി കറപ്ഷനുമായി ബന്ധപ്പെട്ട സീറോ പ്രൊജക്റ്റ്
എനിക്ക് തോന്നിയിട്ടുള്ളത് സമീപ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ ഒരു പുസ്തകമാണ് ഇപ്പോൾ അങ്ങയുടെ കീഴിൽ പോലീസിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള ഹേമചന്ദ്രൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ട്രാക്ക് റെക്കോർഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സർവീസ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വെളിപ്പെടുത്തലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പിന്നെ പോലീസും അധികാര കേന്ദ്രങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുകളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസ് ഒരു ക്രൈം സിൻഡിക്കേറ്റായി മാറുന്നതിൻ്റെ ആപത്ത്. അതായത് ഈ ഗേറ്റ് കീപ്പേഴ്സ് ആവേണ്ട ആളുകൾ അത് ലംഘിക്കുന്നു. അവർ തന്നെ ക്രൈമിന് ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം എന്നുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവിശുദ്ധ സഖ്യം വരുന്നു എന്നുള്ളത്. പലപ്പോഴും ആരുടെ അടുത്ത് പരാതിപ്പെടും, ആ പരാതിപ്പെടുന്നവർ തന്നെ ഈ ക്രിമിനൽ സംഗതിയെ ലീഡ് ചെയ്യുന്നു എന്നുള്ള സിനാരിയോ വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അതുകൂടി മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം വേണ്ടി തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും ഇപ്പം സമൂഹത്തിൻ്റെ ഭാഗമാണ് പോലീസും. സമൂഹത്തിലുള്ള ഉള്ള മാഫിയകളും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഒക്കെ പോലീസിൽ ഉണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരക്കാരെ കണ്ടെത്തി അവർക്ക് പ്രധാനപ്പെട്ട പൊസിഷൻസ് കൊടുക്കാതെ അവരെ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുക. തെറ്റ് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം, മുന്നോട്ട് പോകണം. മാത്രമല്ല ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പോലീസ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും കോടതിയുടെ വിശകലനത്തിന് വിധേയമാണ്. നമ്മളിപ്പോൾ ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അറസ്റ്റ് മുമ്പ് പാലിക്കേണ്ട നിബന്ധനകൾ. ചുമ്മാ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെറുതെ പോകുന്ന ഒരാളിനെ പോലീസിന് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നിബന്ധനകളുണ്ട്. മാത്രമല്ല നമ്മളൊരു ക്രൈം കേസ് പിടിച്ചു, അത് നടപടികളെടുക്കുന്നു, FIR ഇടുന്നു, അതിന് മറ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമാണ്. അതുകൊണ്ട് ചുമ്മാ നമ്മൾ ആൾ വിചാരിക്കാൻ ചുമ്മാ പോലീസിന് കേസെടുക്കാനും പറ്റില്ല. കാരണം എവരി സ്റ്റേജിലും കോടതിയുടെ ഇടപെടലുണ്ടാകാം. ഇന്ന് നമ്മുടെ പഴയ IPC, ഇപ്പോഴത്തെ ഭാരതീയ നീതി സംഹിത അനുസരിച്ച് പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കോടതിയുടെ നിരീക്ഷണത്തിൻ്റെയും സ്കൂട്ടണിയുടെയും ഭാഗമാണ്. ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ കോടതിക്ക് ശിക്ഷിക്കാം, ഗവൺമെൻറ്റിന് ശിക്ഷിക്കാം. അപ്പം ആർജവത്തോടെ പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട, കേരള പോലീസിനെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ പറ്റും. ഈ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിർണായക അറസ്റ്റ് ഉണ്ടാവും, പല കോണുകളിലുള്ള രാജ്യാന്തര സംഘടന അറസ്റ്റിലാവും. പക്ഷേ നമ്മൾ കോടതിയിലെത്തുമ്പോൾ തെളിവുകളുടെ അപര്യാപ്തതയിൽ അവർ യഥേഷ്ടം പുറത്തേക്ക് വരുന്നു. അല്ലാതെ അവരുടെ ഒരു അതിനുള്ള കഠിനമായ ശിക്ഷയൊന്നും കിട്ടാത്ത അല്ല, സാഹചര്യമാണ് അങ്ങനെയല്ല. ധാരാളം പേര് ശിക്ഷ എടുത്ത് ജയിലിലുണ്ട്. അതല്ല പ്രശ്നം. NTPC ആക്ട് അനുസരിച്ചിട്ട് 1000 ഗ്രാം വരെ സൂക്ഷിക്കാവുന്നത്. കാരണം ഈ മരുന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇത് പല മരുന്നുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര നിയമത്തിൽ അത് ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയും, ബുദ്ധിപൂർവ്വം ചെറിയ പാക്കറ്റാക്കും. 5 ഗ്രാം 10 ഗ്രാം ഇങ്ങനെ പോകുമ്പം 1 കിലോ 2 കിലോ വാങ്ങിച്ച് വെച്ചിട്ട് ചെറിയ പാക്കറ്റുകളാണ്. അത് പിടിച്ചാൽ തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടും. ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. NTPC ആക്ടിൽ തന്നെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ മരുന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ പ്രഷർ കാരണം, അല്ലെങ്കിൽ മരുന്ന് നിർമ്മാണത്തിന് അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു കേന്ദ്ര ഗവൺമെൻറ് മാറ്റാത്തത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രഗിനെ വളരെ ശക്തമായി തന്നെ നേരിടാൻ പദ്ധതികൾ ആവിഷ്കരിക്കണം. പല മെഡിക്കൽ ഷോപ്പുകളിലും, ഞാനത് ക്യൂവിനോട് പറയുകയാണ്, പല മെഡിക്കൽ ഷോപ്പുകളും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് കാണുന്നുണ്ട്. അതാരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ദയവായി എനിക്ക് നിങ്ങളിലൂടെ പറയാനുള്ളത്, ഈ മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ലോട്ടറി വിൽക്കുന്ന ആളുകൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ ശ്രമിക്കരുത്. ഇവിടെ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കത്തക്ക നിലയിലുള്ള ഇത് ഇപ്പം ബർമയിൽ നിന്ന് വരുന്ന കറുപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളം. കറുപ്പിൽ നിന്നുണ്ടാകുന്ന ബ്രൗൺ ഷുഗർ, ഇതെല്ലാം കേരളത്തിൽ വളരെ വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഇൻ്റലിജൻസിലൂടെയും IB-യിലൂടെയും അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിലൂടെയും കണ്ടെത്തി അതിനെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്രമീകരണത്തിലൊരു റീസ്ട്രക്ചറിങ് എന്നുള്ള രീതിയിലേക്ക് പോയി. ഏതാണ്ട് പഴയ രീതിയിലേക്ക് കൂടി, എന്നാൽ അതിനെ നവീകരിക്കുന്ന ഒരു പ്ലാനിലേക്ക് പോയി. പോലീസിനെ തേടിയെത്തുന്ന കുറ്റകൃത്യങ്ങൾ, പരാതിക്കാരെ സ്വീകരിക്കേണ്ട രീതിയിൽ മാറ്റം പറഞ്ഞു.
അപ്പോഴൊരു പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ചോദിക്കുന്നത് ഈ ഓപ്പറേഷൻ തൂഫാനിലടക്കം കുബേരയൊക്കെ പോലെ ജനങ്ങൾക്ക് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് സഹകരിക്കാം. ഇപ്പം ആർ സി ഒരു സ്ഥലത്ത് പോയാൽ നേരിട്ട് ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ സ്കൂളിലോ പുറത്തോ. കാരണം ഇത് വാക്കത്തോണൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് തൊട്ടടുത്ത് വരാനും കുട്ടികൾക്ക് അമ്മമാർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തോടെ ഈ ഈ ഇത്രമേൽ തുറന്നിടപെട്ട് പോലീസുകാരുടെ അടുത്ത് എത്താൻ പറ്റുമോ? ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത് ലഹരി മാഫിയക്കെതിരെയോ ബ്ലേഡ് മാഫിയക്കെതിരെയോ പരാതിയുമായിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണല്ലോ പലതും കൺമുന്നിലുണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. അല്ല, അവർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ തരാം. ആ ഇൻഫർമേഷൻ ഞങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാം. അതുകൊണ്ടാണ് വെബ്സൈറ്റും വാട്സാപ്പും 3 ഫോൺ നമ്പറും കൊടുത്തിട്ടുള്ളത്. യാതൊരു രീതിയും പേടിക്കേണ്ടതില്ല. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഉം. അത് അവർക്ക് വിവരം തന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് നടപടിയെടുക്കും. ഈ വെറുതെ പറയുന്നവരും കാണും ചിലപ്പോൾ, അതെ. വിരോധം കൊണ്ട് ആ, പറയുന്നവരുണ്ട്. വ്യക്തിവിരോധം കൊണ്ട്. എൻ്റെ വീട്ടിലുണ്ട്, അവിടെ പിടിക്കണം പറഞ്ഞ് പോലീസ് അവിടെ ചാടി കയറി അങ്ങനൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പരിശോധിക്കും, പരിശോധിച്ച് സത്യമാണോ എന്ന് കണ്ടെത്തും, കണ്ടെത്തിയ ശേഷമേ നടപടിയെടുക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പോലീസിൽ ഒരു വലിയ തോതിലുള്ള മാറ്റം, സമഗ്രമായ മാറ്റം ആഗ്രഹിക്കുകയാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയാണ് നല്ലത്. കേരളം ചെറിയ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ തടയാനും കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അന്വേഷിക്കാനുള്ള സംവിധാനം പോലീസിലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഒരു സ്റ്റേഷൻ, ആ സ്റ്റേഷൻ്റെ ചുമതല ആർക്കാണ്? എസ് ഐക്ക്. അപ്പോൾ ആദ്യമായൊരു ചെറുപ്പക്കാരൻ എസ് ഐ ആയി യൂണിഫോം ധരിച്ചു വന്നാൽ അവനൊരു എന്തൂസിയാസമുണ്ട്. ആ സ്റ്റേഷൻ്റെ എസ് ഐ എന്നുള്ള നിലയിൽ അവിടുത്തെ ക്രമസമാധാനം മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആ ചെറുപ്പക്കാരനൊരു ആവേശം കാണിക്കും, താല്പര്യം കാണിക്കും. അത് നോക്കാനാണ് 3 4 സ്റ്റേഷനുള്ളപ്പം അവിടെ നോക്കാനാണ് ഒരു CI. അയാൾ നോക്കും, ഒരു മേൽനോട്ടം ഉണ്ടാവും. പിന്നീട് അതിൻ്റെ മുകളിൽ ഒരു DYSP, അതിൻ്റെ മുകളിൽ ഒരു SP, അതിൻ്റെ മുകളിൽ ഒരു IG, അതിൻ്റെ മുകളിൽ ഒരു ADGP, അതിൻ്റെ മുകളിൽ ഒരു DGP. ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പം CPO തുടങ്ങി DGP വരെ പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു സ്റ്റേഷൻ്റെ ചുമതല ഒരു SIക്ക്, അതിൻ്റെ മുകളിലത്തെ 3 4 സ്റ്റേഷനുകളുടെ ചുമതല CIക്ക്. ഇവരിത് മാറ്റി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ LDF ഗവൺമെൻറ് ചെയ്തത് CIമാരെ SHOമാരാക്കി. എന്നുവെച്ചാൽ SIമാരുടെ പൊസിഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ, SI ആയി വരുന്നവൻ നിരാശൻ, അവന് ക്ലാർക്കിൻ്റെ ജോലി അല്ലെങ്കിൽ ഏഡിൻ്റെ ജോലിയായി. 3 4 സ്റ്റേഷന് ചുമതല ഉണ്ടായിരുന്ന CI ഒരു സ്റ്റേഷൻ്റെ എന്തായി, ഒരു സ്റ്റേഷൻ്റെ SI ആയി മാറി. ഫലത്തിൽ SI ആണ്. DYSPക്ക് 9 10 സ്റ്റേഷനുകളുടെ മൊത്തം നിരീക്ഷണം നടത്താനും നടപടി സ്വീകരിക്കേണ്ട ബാധ്യതയായി. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പാലനം ശരിയായി നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ നിയമസഭയിലും പറഞ്ഞതാണ്, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്ന് മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞതാണ്, പല DGPമാരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവരെല്ലാം ഇതിനെതിരാണ്. പക്ഷെ എന്നാലും ഞാൻ DGPയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി പരിശോധിക്കാൻ പറഞ്ഞു. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം, SI ആയും CI ആയും DYSP ആയും പ്രവർത്തിച്ചാൽ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്നാലും റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാൻ. ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പം അങ്ങയുടെ മകനിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് മന്ത്രി പദവിയും പ്രതിപക്ഷ നേതൃപദവിയും ഇല്ലാത്ത സമയത്ത് ഒരു എസ്കോർട്ടും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പോലീസുകാരുടെയോ ഔദ്യോഗിക വാഹനമോ ഇല്ലാതെ മകൻ്റെ ബ്രയോ കാറിലാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയിരുന്നത് 2021. അപ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാതി എന്താ വെച്ചാൽ അവരുടെ ഒരു സ്വൈര്യവിഹാരത്തെ അല്ലെങ്കിൽ സ്വൈര്യമായ സഞ്ചാരത്തെയൊക്കെ വിഘാതം ജൽപ്പിച്ചുകൊണ്ട് ഒരു നിയമപാലനത്തിനേക്കാളും ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെ അടക്കം പരിപാലനത്തിന് വേണ്ടിയിട്ട് ഈ സേന നല്ലൊരു സമയം മാറ്റിവെക്കുന്നു. അപ്പോൾ അവർക്കൊരു സ്റ്റേഷൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സമയക്രമീകരണത്തിലുള്ള അവിടുത്തെ നിയമപാലനത്തെക്കാൾ ഈ പറഞ്ഞ പ്രോട്ടോകോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പരിപാടികളിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത്. പ്രോട്ടോക്കോൾ അല്ല, നമുക്കിപ്പം ഒരു വ്യക്തിക്ക് നമ്മൾ പോലീസ് സുരക്ഷിതത്വം കൊടുക്കുന്നത് ചുമ്മാ കൊടുക്കത്തില്ല. തേർഡ് പെർസെപ്ഷൻ ഉണ്ടോ എന്നത് ഹോം സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയുണ്ട്, DGP, ഹോം സെക്രട്ടറി, അവരെല്ലാം. ആ കമ്മിറ്റി ഓരോന്നും പരിശോധിക്കും. ഒരു വ്യക്തിക്ക്, അത് ഏത് വ്യക്തിയാണെങ്കിലും, ഒരു MLA യോ മന്ത്രിയോ MLA ആരാണെങ്കിലും
അയാൾക്ക് ത്രെഡ് പെർസെപ്ഷൻ ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിവിധ കാറ്റഗറികൾ തിരിച്ചു കൊടുക്കുക. ഇസഡ് കാറ്റഗറി ഉള്ളവരുണ്ട്, Y+ ഉള്ളതുണ്ട്, Y ഉള്ളതുണ്ട്, ഇങ്ങനെ പല കാറ്റഗറിയാണ്. അത് തീരുമാനിക്കുന്നത് ഈ ഹോം സെക്രട്ടറി അധ്യക്ഷനായുള്ള കമ്മിറ്റിയാണ്. അല്ലാണ്ട് ചുമ്മാ എല്ലാവർക്കും പോലീസുകാരെ കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ നേരത്തെ കൊടുത്തിട്ടുള്ളവരെയും പീരിയോഡിക്കൽ റിവ്യൂ ചെയ്യും. 6 മാസം 1 വർഷം കൂടിയും റിവ്യൂ ചെയ്ത് ചില ആളെ ഒഴിവാക്കാറുണ്ട്, അവർക്ക് വിഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ത്രെട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി ആസ്പെക്റ്റ് പരിശോധിച്ച ശേഷമാണ് ഇത് കൊടുക്കാറുള്ളത്. അത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം അവരത്രമാത്രം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ത്രെട്ടുണ്ടെങ്കിൽ, ലൈഫിന് ത്രെട്ടുണ്ടെങ്കിൽ സുരക്ഷിതത്വം സുരക്ഷിതത്വം അത്രേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ പോകുന്നതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ത്രെഡ് പെർസെപ്ഷൻ അളന്നിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. നമ്മൾ നാട്ടിൻപുറം ഗ്രാമീണത എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓരോ ഇടവും ഒരു കുറച്ചുകൂടി നഗരവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് പോവാണ്. അപ്പോൾ എപ്പോഴും ഈ യുവാക്കൾ പറയുന്നൊരു പ്രധാനപ്പെട്ട പരാതി കേരളത്തിൻ്റെ നൈറ്റ് ലൈഫിൻ്റെ അപര്യാപ്തതയാണ്. അതിപ്പോൾ ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലുള്ളവരും പറയും നൈറ്റ് ലൈഫിന് ഭയങ്കര വിഘാതമാകുന്ന രീതിയിലാണ് പോലീസിൻ്റെ ഇടപെടൽ വരുന്നു എന്നുള്ളത്. ഉറപ്പായും അവിടെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് ഇവൻറ്റോ പാർട്ടികളോ അതിനെ വിഘാതമാകുന്ന രീതിയിൽ കൂടി ഒരിക്കലുമില്ല. ഇടപെടൽ. നൈറ്റ് ലൈഫിനെ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായാൽ നമ്മൾ ഇടപെടേണ്ടി വരും. അതുപോലെ തന്നെ അത് ഡേയിലാണെങ്കിലും ഇടപെടുമല്ലോ. അതെ. അവിടെ ഇത്തരത്തിലുള്ള ലുക്രേറ്റീവായിട്ടുള്ള ബിസിനസ്സുകൾ, ഇപ്പം ഡ്രഗ് ഇതിൻ്റെയൊക്കെ യൂസേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടേണ്ടി വരും. അല്ലാണ്ട് ചുമ്മാ നൈറ്റ് ലൈഫ് ഉള്ള ആളുകളെ ഉപദ്രവിക്കാനൊന്നും പോലീസ് പോകാറില്ല. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്യം കഴിച്ചിട്ട് ആളുകൾ അടിയുണ്ടാവുകയാണെങ്കിലൊക്കെ ഇടപെടേണ്ടി വരും. അല്ലാതെ വാസ്തവത്തിൽ എൻ്റെ പോളിസി തന്നെ നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഷുഡ് ബി കെയർഫുൾ. ഒരു കൗതുകത്തിനോട് കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും സുപ്രധാന വകുപ്പ് എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം വന്നു ചേരാവുന്നൊരു വകുപ്പ്. നമ്മൾ കഴിഞ്ഞ 10 വർഷം എടുത്തു കഴിഞ്ഞാൽ അറിയാം, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യും. ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ആഭ്യന്തര വകുപ്പിലാണ്. എല്ലാ കാലത്തും ആഭ്യന്തര വകുപ്പ് വിമർശനം കേൾക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ ആഭ്യന്തര വകുപ്പ് എന്നുള്ളതിൽ അങ്ങേ തന്നെയാണ് മാതൃകക്കുന്നത്. കെ കരുണാകരൻ അടക്കമുള്ള വളരെ അങ്ങയുടെ ഗുരുതുല്യരായിട്ടുള്ള നേതാക്കളുണ്ട്. എന്താണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മാതൃക? കെ കരുണാകരൻ ഏറ്റവും നല്ല മാതൃകയായിരുന്നു. പോലീസിനൊരു കോൺഫിഡൻസ് കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുത്ത് ജോലി ചെയ്യുന്ന, പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു ആഭ്യന്തരമന്ത്രി. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതൊരു നല്ല മോഡലാണ്. ഞാൻ സ്വീകരിക്കുന്നത് കുറേ കൂടി അന്നത്തെ കാലത്ത് നിന്ന് മാറ്റം വന്നല്ലോ പോലീസ്. അതെ. പോലീസ് ഇന്ന് കുറേ ആധുനികവൽക്കരിക്കപ്പെട്ടു. ക്രൈം ഡിറ്റക്റ്റ് ചെയ്യാൻ ആധുനിക ഉപകരണങ്ങൾ ഇന്നുണ്ടായി, പഴയ പോലെയല്ല. ഒരു പോലീസ് സ്റ്റേഷനും മർദ്ദനത്തിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ അല്ലാതെ തന്നെ കേസ് തെളിയിക്കാനുള്ള ഇന്നത്തെ പുതിയ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് ലോക്കപ്പിൽ നമ്മുടെ എല്ലായിടത്തും ഞാൻ നിർദ്ദേശിക്കുന്നത് ലോക്കപ്പിൽ എല്ലായിടത്തും, പോലീസ് സ്റ്റേഷൻ എല്ലായിടത്തും ക്യാമറകൾ പ്രവർത്തിപ്പിക്കണം. പലതും ക്യാമറ പ്രവർത്തിക്കുന്നില്ല, അത് നിർബന്ധമായിട്ട് പ്രവർത്തിപ്പിക്കണം. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഗുഡ് മോർണിംഗ്, നമസ്കാരം ആളുകളോട് പറയണം. ആളുകൾക്ക് ഭീതി ഉണ്ടാവരുത് പോലീസ് സ്റ്റേഷനിൽ വരാൻ. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ FIR ഇടുന്നത് നമ്മുടെ സ്റ്റേറ്റിലാണ്. വണ്ടി മുട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അത് നമ്മുടെ അവയർനെസ്സിൻ്റെ ഭാഗമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ ആരും ചെയ്യാറില്ല. അതാണ് ഇവിടുത്തെ ക്രൈം കേസുകൾ കൂടുന്നതിൻ്റെ കാരണം. അതാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിച്ചില്ലേ പഴയ നിഷ്ക്രിയമാണ്, പ്രവർത്തിച്ചാൽ പഴയ അതിക്രമമാണ്. അത് ഒരു ബ്ലേഡിൻ്റെ വളരെ തിൻ ലൈനാണ് അതിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രവർത്തിച്ചില്ലേ പറയും നിഷ്ക്രിയമാണ് പോലീസ്, പ്രവർത്തിച്ചാൽ പറയും അതിക്രമമാണെന്ന് പറയും. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. ഇതിനിടയിൽ നിന്ന് വേണം പോലീസുകാരൻ പ്രവർത്തിക്കാൻ. ഈ സംസ്ഥാനത്തെ ഏറ്റവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ? എവിടെയെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ പോലീസുകാരനും പോകേണ്ടി വരും. എവിടെയെങ്കിലും ഒരാൾ തൂങ്ങി മരിച്ചാൽ അത് ബോഡി കാത്തു സൂക്ഷിക്കാൻ പോലീസാണ്. പോലീസ് ചെയ്യുന്ന എത്ര സ്തുത്യർഹമായ സേവനമാണ്. ജനങ്ങൾ ഉറങ്ങുമ്പോൾ പോലീസുകാരൻ ഉണർന്നിരിക്കുന്നു. അതെന്തിനാണ്? ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ലേ, നാടിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ലേ. ഒരു പോലീസുകാരൻ്റെ ബുദ്ധിമുട്ടോ ഒരു പോലീസ് ഓഫീസറുടെ ബുദ്ധിമുട്ടോ നമ്മൾ കാണുന്നില്ല. വിമർശിക്കാൻ എളുപ്പമാണ്, വിമർശനം എളുപ്പമാണ്. പക്ഷേ ഒരു പോലീസുകാരൻ അവൻ ചെയ്യുന്ന ഡ്യൂട്ടി, അവൻ്റെ സമ്മർദ്ദം ചെറിയതല്ല. പലരും സമ്മർദ്ദം കാരണം പോലീസ് ആത്മഹത്യകളിൽ പോയിട്ടുണ്ട്. നമ്മളത് കുറച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്.
പോലീസിലെ സമ്മർദ്ദം കൂടുതലാണ്. കാരണം അവർ ചെയ്യുന്ന ജോലി അത്രമാത്രമാണ്. ഉം. എപ്പോഴും സമ്മർദ്ദം ഉണ്ടാകാം. അപ്പോൾ ആ സമ്മർദ്ദം ഉണ്ടാകാതെ നോക്കാൻ ഉള്ള പരിശീലനങ്ങളും പരിപാടികളും പോലീസിൻ്റെ, ഞാൻ തന്നെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ആ സിലബസിൽ തന്നെ, ട്രെയിനിങ്ങിലെ സിലബസിൽ തന്നെ ഞാൻ കുറേ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടത്. അപ്പം പോലീസ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ 24/7 വർക്ക് ചെയ്യുന്ന പോലീസ് സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത് പോലീസിനാണ്. ഏറ്റവും കൂടുതൽ കാരണം ജനങ്ങളുമായി ഡയറക്റ്റ് ഡീൽ ചെയ്യല്ലേ. ഉം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെയൊന്നുമില്ല, നേരിട്ടില്ലല്ലോ. ഇപ്പം ആരോഗ്യവകുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇത് വേറൊരു തരത്തിലുള്ള പ്രവർത്തനമല്ലേ നടക്കുന്നത്. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. പോലീസിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ പോലീസ് ചെയ്യുന്ന നിസ്തുലമായ സേവനത്തെ പലരും കണ്ടില്ല എന്ന് നടിക്കുന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇപ്പം മൂന്നാം മുറയൊക്കെ വളരെ കുറവാണ് പോലീസ് ഉം. ഉം. സ്റ്റേഷനിലാണേലും ഉം. അല്ലാതുള്ള ലോക്കപ്പിലാണേലും. അങ്ങനെയൊന്നുമില്ല. അതൊന്നും പാടില്ല എന്ന പ്രത്യേകമായ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളുമുണ്ട്. വളരെ കുറവാണ്. കേരളത്തിലത് 0 ആക്കി എടുക്കണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം പോലീസ് സമൂഹത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു സേനയാണ്. അത് നിയമം പരിപാലിക്കേണ്ടത് അവരിലൂടെയാണ്. അതുകൊണ്ട് പലപ്പോഴും അവർ വിമർശനത്തിന് വിധേയമാകും എന്നുള്ളത് സത്യമാണ്. അതിന് മന്ത്രിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത്. പഴി കേൾക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം അങ്ങ് ചുമതലയേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കാലത്തുള്ള രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഗൺമാന്മാർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പേരിൽ അവർക്കുള്ള ശിക്ഷാ നടപടി ഉണ്ടാകുന്നത്. ഇന്ന് അവർക്ക് ജാമ്യം കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം ഒരു തരത്തിൽ ഒരു സർക്കാർ മാറി മറ്റൊരു കക്ഷി, അതായത് പ്രതിപക്ഷത്തുള്ള ആൾ ഭരണകക്ഷിയാകുമ്പം അതൊരു പോലീസിനെ അവരുടെ ഒരു പ്രതികാര നിർവഹണത്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലൊരു വിമർശനം അതുകൂടി വരുന്നുണ്ടല്ലോ. അല്ലാതെ പാടില്ലാത്തതാണ്. അത് പാടില്ല. പോലീസിൻ്റെ ഒരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് നയം ഉണ്ടാവും. ഉം. ആ നയത്തിനനുസരിച്ചാണ് പോലീസാണേലും ഉദ്യോഗസ്ഥന്മാരാണേലും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ പ്രതികാര നടപടിയുടെ ആവശ്യമില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രി തടന്നു പോയിട്ടും അദ്ദേഹത്തിൻ്റെ 2 ഗൺമാന്മാർ, ഇപ്പോഴത്തെ MLA, ആലപ്പുഴ MLA എ.ഡി. തോമസിനെയും പിന്നെ നമ്മുടെ ജുവൽ കുര്യാക്കോസ്, ഇവർ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് അടിച്ചു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചത്. ആ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞത് പോലീസ് ചെയ്യുന്ന ഓരോ കാര്യവും കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമാണ്. ചുമ്മാ പോലീസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും കോടതിയുടെ സ്കൂട്ടണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു കോടതിയുടെ മുമ്പിലാണല്ലോ അത് കോടതി തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ നോക്കട്ടെ, ഇപ്പോൾ ഓപ്പറേഷൻ കുബേരയുടെ കാര്യത്ത് വളരെ സമൂഹത്തിൽ അദൃശ്യ ശക്തികളായി നിന്നിരുന്ന ഒരു ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള ഒരു അമർച്ചയായിരുന്നു അന്ന് നടന്നിരുന്നത്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് ഗുണ്ടകളുടെ ഒരു വിഹാരം കാണാം. ഇപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ പിന്നാലെ കൊല്ലത്തൊക്കെ നടന്നത്, ഒരാൾ പോയിട്ട് ഒരാളെ കൊലപ്പെടുത്തുന്നു, അതിന് പ്രതികാരപ്പെടുത്തി നടത്തുന്നു, അത് കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വലിയൊരു പാർട്ടിയും സെലിബ്രേഷനൊക്കെ ഒരു പരസ്യ വിഹാരം നടത്തുന്ന രീതിയിലേക്ക് ഗുണ്ടകളുടെയൊക്കെ ഒരു വലിയ ആക്ടിവിറ്റി കാണാം. എവിടെയോ പോലീസ് ഇവരെ കൈയയച്ച് പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു പാസീവ് അപ്രോച്ച് ഈ കാര്യത്തിലുണ്ട് എന്ന തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നുണ്ടല്ലോ ആ കാര്യത്തിൽ. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആദ്യത്തെ 2.5 വർഷം ഒരു പ്രോജക്റ്റ് നടപ്പാക്കി, ഓപ്പറേഷൻ സുരക്ഷ. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ലിസ്റ്റുണ്ട്. ആ പ്രദേശത്തെ ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, ഹിസ്റ്ററി ഷീറ്റേഴ്സ്, സ്ഥിരം കുറ്റവാളികൾ, ക്രിമിനലുകൾ. അന്ന് അവരുടെയൊക്കെ പേരിലുള്ള കേരളം മുഴുവൻ വക്കീലന്മാർക്ക് ചാകരയായിരുന്നു. കാരണം അന്ന് നമ്മൾ പറഞ്ഞ എല്ലാവരും പിടിക്കാൻ പറഞ്ഞു. പിടിക്കാൻ മീൻസ് ഇവിടെ ജാമ്യം പോലും എടുക്കാൻ നടക്കുന്ന അവരൊക്കെ ജാമ്യം എടുക്കാൻ പോയി. എല്ലാവരും ജാമ്യം എടുക്കാൻ ചുമ്മാ നടക്കുക. അപ്പം അത് ഞാൻ സ്ട്രിക്റ്റ് ആക്കിയതോടുകൂടി എല്ലാം ജാമ്യം എടുക്കാൻ പോയി. അവർക്ക് കോടതി പോകേണ്ടി വന്നു. അങ്ങനെ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ, സ്ഥിരമായ ആളുകളെ ഉപദ്രവിക്കുന്നവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ, ബസ്സിൽ കയറിയാൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റുണ്ട് ഓരോ. അവരെയൊക്കെ നിരീക്ഷിച്ചാൽ മതി, ഇത് നിൽക്കും. ഗുണ്ടകളെ അകത്താക്കി. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഗുണ്ടകളും ആ കാലഘട്ടത്തിൽ അകത്തായിരുന്നു. പിന്നെ ഭരണം പോയപ്പോൾ അവന്മാരൊക്കെ പുറത്തിറങ്ങി. ഇത് ഇപ്പോൾ ഹേമേന്ദ്ര സാറിൻ്റെ സാധനം പറഞ്ഞതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട പുസ്തകത്തിലൊരു ഭാഗമാണ് ഈ രാഷ്ട്രീയ പ്രതികൾക്ക്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഈ പ്രതികളെ തീരുമാനിച്ച് രാഷ്ട്രീയ പാർട്ടി വിട്ടുകൊടുക്കുന്ന ഒരു രീതിയുണ്ട്.
അപ്പം അവിടെയൊക്കെ ഒരു തരം ഒരു അവിശുദ്ധ ബന്ധം നടക്കുന്നു. അപ്പോൾ പോലീസ് എന്ന് പറയുന്ന നിയമപാലനത്തിലുള്ളവർ തന്നെ നിയമഘാതകരാകുന്ന ഒരു സാഹചര്യം. അദ്ദേഹം ഇപ്പം പോലീസിന് ഉപദേഷ്ടാവ് കൂടിയായ അങ്ങനെ സാഹചര്യം. പാടില്ല, അങ്ങനെ പാടില്ല. അങ്ങനെ പോലീസിൻ്റെ മുമ്പിൽ യഥാർത്ഥ പ്രതികളല്ലാത്ത മറ്റു പ്രതികളെ കൊടുക്കുന്ന പരിപാടി ഇപ്പം നടക്കില്ല. ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. അല്ലാണ്ട് പാർട്ടി താല്പര്യം വെച്ചിട്ട് പ്രതികളെ കൊടുത്ത് അവരെ കൊണ്ട് നിരപരാധികളായ ആളുകളെ പ്രതികളാക്കുന്ന സംഭവം നടക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലമായിരിക്കും. അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. നമ്മളങ്ങോട്ട് കയറിയതല്ല ഉള്ളൂ. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാം. ഒരു കാര്യം ഇപ്പം ഇന്ന് പ്രധാനമായിട്ട് പ്രഖ്യാപിച്ചത് സെൻട്രൽ ജയിൽ കൂടി വേണം എന്നുള്ളതാണ്. ഉറപ്പായും നമ്മൾ എനിക്ക് ഒരു തോന്നുന്നത് സെൻട്രൽ ജയിൽ ഒരു സെൻട്രൽ കാരണം ജയിൽ കൂടി. അപ്പം ഉറപ്പായും നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞു FIR ഈ കുറ്റകൃത്യ നിർമ്മാർജ്ജന കാര്യത്തിൽ പുലർത്തുന്ന ഒരു ജാഗ്രതയുടെ പേരിലായിരിക്കും ഉള്ളത്. അപ്പോൾ അതിന് രണ്ട് വശമുണ്ടല്ലോ. ഒരു ജയിൽ കൂടി പുതുതായിട്ട് ഉണ്ടാക്കുന്നു. അവിടെ ഈ പുനരധിവാസത്തിൻ്റെയും ഈ പറയുന്ന പരോളടക്കം അവർക്ക് കിട്ടിയ മനുഷ്യാവകാശത്തിൻ്റെ എലമെൻ്റ് കൂടി അങ്ങ് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു ജയിലൂടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം പ്രതികൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സെൻട്രൽ ട്രാവൻകൂറിലാണ്, അല്ലെങ്കിൽ കൊച്ചി പഴയ സെൻട്രൽ ട്രാവൻകൂറിലാണ് കൂടുതൽ പ്രതികൾ. വളരെ കുറവാണ്. ഇവിടെ ജയിലിൽ സ്ഥലമില്ല. ജയിലിൽ ഇപ്പോൾ ഒരു 500 പേരെ പാർപ്പിക്കേണ്ട ജയിലിൽ 800 പേര് പാർക്കുക. അപ്പോൾ അവർക്ക് സ്ഥലം കൊടുക്കും. പിന്നെ റിമാൻഡ് പ്രതികൾ വളരെ കൂടുതലാണ്. പിന്നെ ജീവപര്യന്തമുള്ളവർ 10 വർഷം, അങ്ങനെ പല ടൈപ്പിലുള്ള പ്രതികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരെ പാർപ്പിക്കാൻ സ്ഥലമില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ കേന്ദ്ര ഗവൺമെൻറ് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജയിൽ, സെൻട്രൽ ജയിലൂടെ വേണം. അതിനുള്ള സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഒരു സെൻട്രൽ ജയിലൂടെ നമ്മൾ സ്ഥാപിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ പ്രതികളെ നമുക്ക് ശിക്ഷിക്കപ്പെട്ടവരെ നമുക്ക് പാർപ്പിക്കാൻ കഴിയും. ജയിലിൻ്റെ സ്വഭാവം മാറി. ജയിൽ ഈസ് എ കറക്ഷണൽ സർവീസ്. ജയിൽ ആൻഡ് കറക്ഷണൽ സർവീസ് എന്നതിൻ്റെ പേര് തന്നെ. ആളുകളെ കറക്റ്റ് ചെയ്യിക്കുക. ഒരു പ്രതി ഒരു കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വന്നാൽ അവനെന്നും കുറ്റവാളിയായി കഴിയേണ്ട കാര്യമില്ല. അവനെ നമുക്ക് റിഫോം ചെയ്യാം. അവനെ നമുക്ക് നല്ല വിദ്യാഭ്യാസം, ഇപ്പം എത്രയോ പേര് BA പഠിക്കുന്നവരുണ്ട്, LLBക്ക് പഠിക്കുന്നവരുണ്ട് ജയിലിൽ. അതുപോലെ തന്നെ നല്ല തയ്യലുകാരുണ്ട്, നല്ല ബാർബർമാരുണ്ട്, നല്ല കമ്പ്യൂട്ടർ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ കോഴ്സുകൾ പഠിച്ച് പുറത്ത് വരുമ്പം അവർക്ക് ജീവിതം കണ്ടെത്താൻ കഴിയും. ഇപ്പം ജയിലിലെ ചപ്പാത്തി, ഏറ്റവും നല്ല വില കുറച്ച് കിട്ടുന്ന ചപ്പാത്തി കൗണ്ടറുണ്ട്. 5 രൂപയ്ക്ക് കിട്ടുന്ന ചപ്പാത്തി ഞങ്ങൾ 3 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചിട്ടാണ് ജയിലിലെ ആവശ്യങ്ങൾക്കും ഗവൺമെൻറ്റിലേക്ക്, ബാക്കി വരുന്ന ഗവൺമെൻറ്റിലേക്ക് മടക്കി 50% അവരുടെ ക്ഷേമത്തിന് വേണ്ടി ചിലവഴിക്കും. അപ്പം അങ്ങനെ കുറച്ചുകൂടി മാറ്റം ജയിലിൽ വരുത്തണം. ജയിൽ മാനുവൽ പരിഷ്കരിക്കണം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ജയിൽ റൂൾസ് കൊണ്ടുവന്നു. ആ റൂൾസ് അതിനകത്ത് ഇനിയും കുറേ ഭേദഗതി വരുത്താനുണ്ട്. അപ്പോൾ ജയിൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണം. ഒരു കൊലപ്പുള്ളി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയാൽ എന്നും അയാൾ കൊലപ്പുള്ളിയായി ജീവിക്കേണ്ട ആവശ്യമില്ല. അയാളെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈ പരോളല്ല, അവധിയാണ് കൊടുക്കുന്നത്. എല്ലാം പരോളും അവധിയും തമ്മിൽ വ്യത്യാസമാണ്. നമ്മളൊക്കെ പരോളെന്നാണ് പറയുന്നത്. പരോളിൽ പുറത്തിറങ്ങി അല്ല, അവധിയാണ് അവർക്ക്. ഒരു തടവുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് അവധിക്ക് അവകാശമുണ്ട്. അത് അവകാശമുള്ള ആൾ തന്നെയാണ്. അവൻ ചെയ്ത കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പരോൾ കൊടുക്കുന്നത്. ഇപ്പം ചിലപ്പോൾ ഒരു അച്ഛൻ മരിച്ചു, അവധി കൊടുക്കേണ്ടി വരില്ലേ? പരോളല്ല, അവധി. നമ്മൾ പരോളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ അവരെ എസ്കോർട്ട് ചെയ്ത് തന്നെ ആളുകൾ പോകാറുണ്ട്. ചില സമയത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ട് ചുമ്മാ പരോൾ കൊടുക്കുന്നു. അത് ശരിയല്ല. അത് കോടതിയിൽ പോയിട്ട് പ്രോസിക്യൂട്ടർ മിണ്ടാതിരിക്കും. ചിലപ്പം കോടതിയുടെ വിധി ഉണ്ടാവും. അവിടെയൊക്കെ കള്ളക്കളിയാണ്. അതൊന്നും അനുവദിച്ചു കൊടുക്കില്ല. അതുപോലെ തന്നെ ഈ അവധി പോലീസിനെ ബോംബെറിഞ്ഞവന് എങ്ങനെയാണ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം. അങ്ങനെ അതിനൊക്കെ ശക്തമായി നമ്മൾ നേരിടേണ്ടത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പ്രതിക്ക് നിരന്തരമായ പരോള്. ഈ അവധി കിട്ടണമെങ്കിൽ തന്നെ ജയിൽ അഡ്വൈസറി ബോർഡുകളുണ്ട് എല്ലായിടവും. ആ ബോർഡ് റെക്കമെൻഡ് ചെയ്യണം. പിന്നെ 14 വർഷം പൂർത്തിയാക്കിയാൽ, ജീവപര്യന്തം കഴിഞ്ഞ് 14 വർഷം പൂർത്തിയാക്കിയാൽ അവർ ജയിലിൽ നിന്ന് വിട്ടയക്കുന്ന പരിപാടിയുണ്ട്. ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ. ഇപ്പോൾ ഓഗസ്റ്റ് 15 ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 കുറച്ച് പ്രതികളെ വിടുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതിനൊരു പരിവർത്തനം ഉണ്ടായ ആളുകൾ. അല്ല, 14 വർഷമൊക്കെ കിടന്ന് കഴിയുമ്പോൾ അതിനകത്തിൽ 14 വർഷം ജീവിക്കുമ്പോൾ 14 വർഷത്തേക്കാണെങ്കിൽ പോലും ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 14 വർഷമാണ്.
14 വർഷം ജീവിക്കുമ്പോൾ തന്നെ ഒരു 4 ദിവസത്തെ റെമിഷൻ കിട്ടും അവർക്ക്. നന്നായിട്ട് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 100 ദിവസത്തിൽ അവർക്ക് അല്ല ഒരു 30 ദിവസത്തിൽ 4 ദിവസം റെമിഷൻ കിട്ടും. അത് കൂട്ടി കൂട്ടി ചിലപ്പം 14 വർഷം ജയിലിൽ കിടക്കുന്നത് ചിലപ്പോൾ 10 വർഷം കിടന്നാൽ മതി. ആ അവധിയെല്ലാം കൂടെ കൂട്ടി കിട്ടും. എന്നൊരു സംവിധാനമുണ്ട് പോലീസ് ജയിലിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിട്ടാൽ അവർ കുറേ കൂടി പലപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പഴയ പഴയ സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വരും. ചിലർക്ക് റിപ്പൻറ്റൻസ് ഉണ്ടാവും, ഞാൻ ചെയ്തത് തെറ്റായി പോയി. അങ്ങനെയുള്ള മാനസിക പരിവർത്തനം ഉണ്ടാകുന്ന ആളുകളെ എന്നും കുറ്റക്കാരായി കാണാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെയുള്ളതും പോലീസിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമാണ്. ഈ ഓപ്പറേഷൻ തുഫാനുമായി കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു യുവാക്കളടക്കമുള്ളവർക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നത് അവർ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ടൊരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലും ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പം ഒരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ പുകവലി ശീലമാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ? നമ്മൾ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിർത്തലാക്കിയത്. അത് ഏത് തരം അന്ന് സ്വാധീനമാണ്? സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആളായെന്ന് കാണിക്കാൻ വേണ്ടി അല്ലേ അതെ. ആൾ സിഗരറ്റ് വലിക്കുമായിരുന്നു. നമ്മുടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്നിപ്പോൾ കേരളത്തിൽ ആരും സിഗരറ്റ് വലിക്കാറില്ല. പണ്ടൊക്കെ നാട്ടിൽ എല്ലാവരും സിഗരറ്റ് വലിക്കുമല്ലോ. അപ്പോൾ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു അതായത് അത് കേസുവിലേക്ക് കൂട്ടുകാർ കൂട്ടി. വന്നപ്പോ അതെ അവസാനിപ്പിച്ചാണോ അതിനു മുമ്പ്? അല്ല, യേശു കാലം കഴിഞ്ഞപ്പം വലിക്കുമായിരുന്നു, പിന്നെ അങ്ങ് നിർത്തിയതാണ്. പിന്നെ അപകടം കണ്ട് നിർത്തിയതാണ്. ഈ നമ്മളിപ്പോഴും പറയില്ലേ, സ്ത്രീകളുടെയും കുട്ടികളുടെയുമായി ബന്ധപ്പെട്ട ക്രൈമുകൾ നമ്മൾ നോക്കിയാൽ മാധ്യമങ്ങൾ അതെപ്പോഴും ഞെട്ടിക്കുന്ന തോതിലാണ്. അപ്പോൾ അവിടെയും നമുക്കറിയാം, മുന്നേ വന്ന പരാതികളെ അവഗണിക്കുന്ന രീതിയോ അതിന് ചെവി കൊടുക്കായികയായിരിക്കാം ഇത് വലിയ രീതിയിലുള്ളൊരു ആക്ച്വലി ഈ ഇമ്പാക്റ്റ് പോസ്കോ ആയത്. കേസുകൾ പലതും കൺവിക്ഷൻ റേറ്റ് കുറവാണ്. ഒന്നാമത് നീണ്ടു പോകുന്ന കേസ്, അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കുക, ഇങ്ങനെയൊക്കെ വരിക. പലപ്പോഴും കേസുകൾ യഥാർത്ഥത്തിൽ കൺവിക്ഷൻ റേറ്റ് കുറയുന്നതിൻ്റെ കാര്യത. അപ്പോൾ അതുകൊണ്ട് സമയബന്ധിതമായി കേസുകൾ പൂർത്തീകരിക്കുക. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രിയുടെ കാലത്താണ് ഈ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകും, അത് നിർത്തി. ഇപ്പം എല്ലാം VC മുഖേനയാണ് നമ്മുടെ സിനിമയിൽ മാത്രമാണ് മറ്റേ കൊണ്ടുപോകുന്നത്. ഇപ്പം അതുമില്ല, അതെല്ലാം നിർത്തി. വിചാരണ മുഴുവൻ ഇപ്പം ജയിലിൽ നിന്ന് തന്നെയാണ്, വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ്. അതാ VC എന്ന് പറഞ്ഞു. VC നടത്തി അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞാൻ അവരുടെ കഴിഞ്ഞാണ് ആഭ്യന്തരമന്ത്രി ആയപ്പോഴാണ് ജയിൽ റൂൾസ് കൊണ്ട് അവരുടെ ഫുഡിൻ്റെ ഐറ്റം മാറ്റി. പണ്ടൊക്കെ ഉണ്ടയൊക്കെ അല്ലായിരുന്നു, അതെല്ലാം മാറ്റി. അവർക്ക് ഭക്ഷണം, ചപ്പാത്തി, ഇറച്ചി, ഇതൊക്കെ തടവുകാർക്ക് കൊടുക്കത്തക്കത് നമ്മളെല്ലാം കഴിക്കുന്ന പോലെ തന്നെ. അല്ല, ജയിലിൽ പണ്ട് ഉണ്ട തിന്നുന്നതെന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഉണ്ടയൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് നോർമൽ ഫുഡ് കൊടുക്കുക. അല്ല, അവരെയും വി ആർ ട്രീറ്റിംഗ് ആസ് ജസ്റ്റ് ലൈക്ക് അതർ പീപ്പിൾ. അങ്ങനെയാണ്. അങ്ങനെ തന്നെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. ജയിലൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. തീർച്ചയായിട്ടും ആളുകളെ അവൻ ജീവിതത്തിൽ എന്നും കുറ്റവാളിയാകാൻ പാടില്ല. അവനെ റിഫൈൻ ചെയ്ത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനമായിട്ട് ചോദിക്കുകയാണ്, അപ്പം ദേശീയ രാഷ്ട്രീയത്തിലും തദ്ദേശ രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നേതാവാണ്. അപ്പം നമുക്ക് പ്രണബ് മുഖർജിയെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഇന്ത്യക്ക് മിസ്സായ പ്രധാനമന്ത്രി എന്ന് പറയാറുണ്ട്. അപ്പോൾ അറിയാം, അങ്ങയുടെ സഹപ്രവർത്തകരും കേരളത്തിലെ ഒരുപാട് കോൺഗ്രസ് അണികളും അങ്ങയിലെ മുഖ്യമന്ത്രിയെ കൂടി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കേരളത്തിന് മിസ്സായൊരു മുഖ്യമന്ത്രി എന്നുള്ളത് പ്രവർത്തകർ പൊതുവേദികളിലടക്കം വൈകാര്യമായിട്ട് കൂടി പറയുന്നത് കാണുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഇതിനോട് നമുക്കിപ്പോൾ ഏതെങ്കിലും സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല, നമ്മളെ പാർട്ടി ഏൽപ്പിക്കുന്ന സ്ഥാനം ഭംഗിയായി നടത്തുക, ജനങ്ങൾക്ക് വേണ്ടിയതാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വകുപ്പായി മാറ്റുക. അതാണ് ഇവൻ്റെ ദൗത്യം. ആ ദൗത്യം നിറവേറ്റാൻ കഴിയുന്നത്ര ഞാൻ പരിശ്രമിക്കുക. അതിന് ജനങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ ഏറ്റവും മികച്ച നാഴികക്കല്ലാവുന്നൊരു കാലഘട്ടമായിട്ട് ഇത് മാറട്ടെ. എല്ലാവിധ ആശംസകളും. ഒപ്പം പോലീസിൽ കൂടുതൽ കല്ലേറാണ്, പൂച്ചണ്ടില്ല. ഓപ്പറേഷൻ തുഫാനൊപ്പം മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൂടി ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.